സന്നിധാനത്തേക്ക് പോയല്ലോ. ശബരിമല അതെ, ശബരിമല സന്നിധാനത്തേക്ക് നമ്മുടെ ഗൂഗിൾ രമേശ് ചിരിക്കുകയാണ്. ഗൂഗിൾ ഇന്നലെയാണ് ഈ ചിങ്ങമാസ പൂജയ്ക്കായി ഇന്നലെ വൈകിട്ടോടെ നട തുറന്നു. ഇന്ന് രാവിലെ 5 മണിക്ക് നട തുറന്നു. വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കെ പി രാഖി, നമസ്തേ, സ്വാമി ശരണം. എന്തായാലും ചിങ്ങമാസ പുലരിയിൽ ശബരിമല തീർത്തും ഭക്തിനിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ്. ചിങ്ങമാസ പൂജകൾക്ക് വേണ്ടി ശബരിമല ക്ഷേത്ര നട തുറന്നത് ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ്. ഇന്നിപ്പോൾ രാവിലെ 5 മണിക്ക് നട തുറന്നു. അതിനുശേഷം പ്രത്യേക പൂജകൾക്കൊക്കെ തന്നെ തുടക്കമായിരിക്കുകയാണ്. ശബരിമലയിൽ ഇപ്പോൾ നെയ്യഭിഷേക ചടങ്ങുകൾ സന്നിധാനത്ത് ശ്രീകോവിലിനുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 9:30 മണി വരെ നെയ്യഭിഷേക ചടങ്ങുകളുണ്ട്. അതിനുശേഷം ഇന്ന് പ്രത്യേക പൂജകളായിട്ടുള്ള കളഭാഭിഷേകം, കലശാഭിഷേകം അടക്കമുള്ള പൂജകളുണ്ട്. ഒപ്പം വൈകുന്നേരം പടിപൂജയുമുണ്ട്. അതൊക്കെ കണ്ടു തൊഴുവാനായിട്ട് ഭക്തർക്ക് അവസരമുണ്ട്. എന്തായാലും 21-ാം തീയതി വരെയാണ് ചിങ്ങമാസ പൂജകൾക്ക് വേണ്ടി ശബരിമല ക്ഷേത്ര നട തുറന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഭക്തർക്ക് ശബരീശനെ കണ്ടു തൊഴുവാനായിട്ടുള്ള അവസരമുണ്ട്. അതുകൂടാതെ തന്നെ ചിങ്ങമാസത്തിൽ തന്നെ വീണ്ടും നട തുറക്കുന്ന ഒരു അവസരം കൂടിയിട്ടുണ്ട്. അത് തിരുവോണവുമായി ബന്ധപ്പെട്ട പൂജകൾക്ക് വേണ്ടി 21-ന് അടയ്ക്കുന്ന നട 24-ന് വീണ്ടും തുറക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ചിങ്ങമാസത്തിൽ ശബരിമലയിലുണ്ട്. അതുകൊണ്ട് തന്നെ 24-ന് തുറക്കുന്ന നട 28-ാം തീയതി വരെ വീണ്ടും തുറന്നിരിക്കും. അങ്ങനെ ഒരു 9 ദിവസത്തോളം ആകെ നട തുറന്നിരിക്കുന്ന ഒരു കാലയളവാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശബരീശനെ കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദീർഘമായിട്ടുള്ള അവസരം ഭക്തർക്ക് ഒരുങ്ങുകയാണ്. എന്തായാലും ഇന്ന് ചിങ്ങം 1 ഇന്ന് പുലർച്ചെ കാര്യമായിട്ടുള്ള ഭക്തജനത്തിരക്ക് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ ഈ സന്നിധാനത്തിന് താഴേക്ക് വലിയ കൂടുതൽ മണിക്കൂറുകൾ വരി നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും സന്നിധാനത്ത് ഈ രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ തിരക്കുണ്ട്. അത് ഇന്നലെ അടക്കം വന്ന് നിന്ന ആൾക്കാരൊക്കെ തന്നെയാണ് രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ കയറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളടക്കം തിരക്ക് കൂടും ഉള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. പ്രത്യേകിച്ച് ചിങ്ങമാസം മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ, തീർത്ഥാടകരൊക്കെ തന്നെ കൂടുതലായിട്ട് എത്തുന്ന ഒരു മാസ കാലയളവ് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ദേവസ്വം ബോർഡിന് അടക്കമുള്ളത്. അതോടൊപ്പം തന്നെ വൃശ്ചിക മാസം തുടങ്ങാനായിട്ട് ഇനി ഏകദേശം 2 മാസം കൊണ്ട് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ മണ്ഡല മകരവിളക്ക് കാലവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്ക് കൂടി ശബരിമലയിൽ തുടക്കമായിട്ടുണ്ട്. പല പ്രവർത്തന പരിപാടികളും അതോടൊപ്പം തന്നെ യോഗങ്ങളുമൊക്കെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ ചിങ്ങമാസ പൂജയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തൻ ശബരിമലയുടെ തന്ത്രിയായിട്ട് സ്ഥാനമേറ്റെടുത്ത ആദ്യത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതായത് നേരത്തെ മുൻ തന്ത്രി കണ്ഠരര് രാജീവർ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യത്തെ തുടർന്ന് ആ തന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും മകനെ ആ സ്ഥാനത്ത് ഏൽപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ദേവസ്വം ബോർഡ് വിശദമായിട്ടുള്ള നടപടിക്രമങ്ങൾക്കൊടുവിലാണ് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തനെ ശബരിമല ക്ഷേത്ര തന്ത്രിയായിട്ട് രാജീവരുടെ സ്ഥാനത്ത് അവരോധിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യ പൂജാ കാലയളവ് കൂടിയിട്ടാണ് ഇന്ന് ആരംഭിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി എന്തായാലും ഈ ചിങ്ങമാസ പൂജകൾക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന മറ്റൊരു പരിപാടി എന്ന് പറയുന്നത് ശബരിമലയിൽ ഉൾക്കഴകത്തെ തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ ഇന്ന് നടക്കും. അത് ശബരിമലയിൽ സന്നിധാനത്ത് ഉഷപൂജയ്ക്ക് ശേഷമായിരിക്കും ഉൾക്കഴകത്തെ തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. അത് ഉൾക്കഴകമെന്ന് പറയുന്നത് സന്നിധാനത്ത് ഈ മേൽശാന്തിയെ സഹായിക്കുന്ന ആളുകളാണ് ഉൾക്കഴകം. അവരെ തിരഞ്ഞെടുക്കുന്ന നടപടികളാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ ശബരിമലയിൽ നടക്കാനായിട്ട് പോകുന്നത്. എന്തായാലും വലിയൊരു പുതുവർഷത്തിന് തുടക്കം കൂടിയിട്ടാണ് ശബരിമലയിലും അതിൻ്റെ ഒരു അന്തരീക്ഷം ഒക്കെ തന്നെയാണുള്ളത്. തീർത്തും ഭക്തിനിർഭരമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ നിറപുത്തരി ദിവസം 2 ദിവസം ശബരിമല ക്ഷേത്ര നട തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് പ്രളയ സമാന സാഹചര്യമൊക്കെ പത്തനംതിട്ട ജില്ലയിലുമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ പരമാവധി ശബരിമല യാത്ര ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഭക്തർക്കൊക്കെ ഈ ചിങ്ങമാസ പൂജകളിൽ തൊഴാനായിട്ട് ദീർഘമായിട്ട് അവസരം ഉണ്ടാകുമെന്നുള്ള കാര്യം ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 9 ദിവസത്തോളം നട തുറന്നിരിക്കുന്ന ഒരു കാലയളവായതുകൊണ്ട് തന്നെ അന്ന് ദർശനം നടത്താൻ സാധിക്കാത്ത ഭക്തരും കൂടി ഈ ദിവസങ്ങളിലേക്ക് ശബരിമല ദർശനത്തിന് വേണ്ടി എത്തിച്ചേരുമെന്നുള്ളതാണ് നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചിങ്ങം 1 രാവിലത്തെ ഒരു അന്തരീക്ഷം നല്ല ഭക്തജനത്തിലേക്കുണ്ട്. പക്ഷേ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. മല കയറി വരുന്നതിനൊന്നും വലിയ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ല. മഴ ഇന്നലെ രാത്രി പെയ്തിരുന്നെങ്കിലും ഇപ്പോൾ രാവിലത്തെ മണിക്കൂറുകളിൽ മഴ പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നു. വളരെ ശുഭകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ശബരിമലയിൽ എന്തായാലും ചിങ്ങമാസ പൂജകൾക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. ശബരിമലയിൽ ചിങ്ങമാസ പൂജകൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഗൂഗിളിന് നല്ല ഒരു പുതിയ വർഷം ആശംസിക്കുകയാണ്. ആ ഗൂഗിളിന്റെ ആ ഒരു സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാർത്ഥകമാകുന്ന സഫലമാകുന്ന ഒരു വർഷമാകട്ടെ. നല്ല തിരക്കാണ്, യാതൊരു സംശയവും ഇല്ല. മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷം വളരെ അനുകൂലമാണ് എന്നുള്ളതാണ്.